യോഗ നടപടികൾ ആരംഭിക്കുന്നു. ആദ്യം വന്ദേ മാതരം. ഈ ചടങ്ങിന് സ്വാഗതം ആശംസിക്കാൻ ഈ അനുസ്മരണ പരിപാടികളുടെ ശാപവും ഭാഷികത്തിന്റെ ഇൻചാർജ് ശ്രീ ഷാജി മുത്തേടൻ പദ്ധതിയിലായിരുന്നു. നമസ്കാരം. നമ്മുടെ ഈ അനുസ്മരണ സമ്മേളനത്തിന്റെ അധ്യക്ഷപദം അലങ്കരിക്കുന്നത് നമ്മുടെ സമാനാധികാരികളുടെ ജില്ലാ അധ്യക്ഷൻ ശ്രീമാൻ KS ഷൈജു അവர்களാണ്. അദ്ദേഹത്തെ ഈ അനുസ്മരണ സമ്മേളനത്തിലേക്ക് ആദ്യമായി സ്വാഗതം ചെയ്യുന്നു. ഈ പരിപാടി ഔപചാരികമായിട്ട് ഉദ്ഘാടനം ചെയ്തുകൊണ്ട് സംസാരിക്കുന്നത് നമ്മുടെ സംസ്ഥാന ഉപാധ്യക്ഷനായിട്ടുള്ള ശ്രീ AN രാധാകൃഷ്ണൻ ചേട്ടനാണ്. അദ്ദേഹത്തെ ഞാൻ ഈ പരിപാടിയിലേക്ക് ഹാർദവമായി സ്വാഗതം ചെയ്യുന്നു. ഈ പരിപാടിയുടെ മുഖ്യ പ്രഭാഷകനായി ഇവിടെ എത്തിച്ചേർന്നിട്ടുള്ളത് നമ്മുടെ KVS ഹരിദാസേട്ടനാണ്. അദ്ദേഹം ഈ ശ്യാംബാബുജി പാക്ഷിയത്തിന്റെ സംസ്ഥാന കൺവീനറാണ്. അദ്ദേഹത്തെ ഈ പരിപാടിയിലേക്ക് സ്വാഗതം ചെയ്യുന്നു. അതുപോലെ തന്നെ അനൂപ് സാർ വ്യാപാര സെല്ലിന്റെ സംസ്ഥാന കൺവീനർ, അദ്ദേഹത്തെ സ്വാഗതം ചെയ്തുകൊണ്ടു. ബസിത് കുമാർ ജില്ലാ ജനറൽ സെക്രട്ടറി, അദ്ദേഹത്തെ സ്വാഗതം ചെയ്യുന്നു. ദിലീപ് ദിനേശ് യുവമോർച്ചയുടെ സംസ്ഥാന ജനറൽ സെക്രട്ടറി, അദ്ദേഹത്തെ സ്വാഗതം ചെയ്യുന്നു. ശങ്കരൻകുടി ചേട്ടൻ MP ശങ്കരൻകുടി ചേട്ടൻ, അദ്ദേഹം സംസ്ഥാന സമിതി അംഗം, അദ്ദേഹത്തെ സ്വാഗതം ചെയ്യുന്നു. ജില്ലയുടെ ഭാരവാഹികളായിട്ടുള്ള ശ്രീ സൈസേട്ടൻ, വിജയൻ ചേട്ടൻ, പ്രിയ അടക്കമുള്ള മനോജ് വനക്കേക്കര, ദേവിച്ചേട്ടൻ, വേലായൻ ചേട്ടൻ, അതുപോലെ തന്നെ പത്മേശി, അതുപോലെ തന്നെ പരിപാടിയിൽ പങ്കെടുക്കുന്ന മഹിളാ മോർച്ച ജില്ലാ അധ്യക്ഷ ലേഖ നായിക്, ഈ പരിപാടിയിൽ പങ്കെടുക്കുന്ന മണ്ഡലം അധ്യക്ഷന്മാർ, ജനറൽ സെക്രട്ടറിമാർ, മറ്റു എന്റെ കൂടി ഈ പരിപാടിയിലേക്ക് സ്വാഗതം ചെയ്യുന്നു. നന്ദി, നമസ്കാരം. ബഹുമാനായിട്ടുള്ള രാധാകൃഷ്ണേട്ടൻ, വേദിയിലുള്ള KVS ഹരിദാസ് അവர்கள், അനൂപ് സാറ്, ശങ്കരൻകുടി ചേട്ടൻ, ബസിത്ത്, ജില്ലാ സെക്രട്ടറിമാരായിട്ടുള്ള ശ്രീ ഷാജി മുത്തേടൻ ഇൻചാർജ്, R സജീവകുമാർ, മനോജ് വനക്കേക്കര, KKV ലേഖ നായിക്, അഡ്വ പ്രിയ പ്രശാന്ത്, ശ്രീ രവിചേട്ടൻ, TG വിജയൻ ഉൾപ്പെടെ ഇവിടെത്തിയിട്ടുള്ള പ്രിയപ്പെട്ട സഹപ്രവർത്തകരെ എല്ലാവർക്കും നമസ്കാരം. ഇന്ന് ശ്യാംബാബുവിന്റെ സ്മൃതി ദിനമാണ്. ശ്യാമപ്രസാദ് മുഖർജി നമ്മുടെ പ്രസ്ഥാനത്തിന് ഉടുമ്പാവും നെയ്ത രണ്ട് നേതാക്കന്മാരെ അനുസ്മരിക്കുകയാണെങ്കിൽ അതിലൊന്ന് ശ്യാമപ്രസാദ് മുഖർജിയാണ്. ശ്യാമപ്രസാദ് മുഖർജി അനുസ്മരിക്കുമ്പോൾ ദീപ്തിരാജിയെ
അനുസ്മരിക്കാതെ പോകാൻ സാധിക്കില്ല. അത്രയും ഇഴകലർന്ന് അല്ലെങ്കിൽ ഇഴചേർന്ന് കിടക്കുന്ന അത്രയും ഈ സൈദ്ധാന്തിക നിലപാടുകൾ സ്വീകരിക്കാൻ, ഈ പ്രസ്ഥാനത്തിന്റെ അടിത്തറ ഉണ്ടാക്കാൻ വേണ്ടി ഇത്രയും കഠിനമായിട്ട് ചിന്തിക്കുകയും പ്രയത്നിക്കുകയും അത് എഴുതി വെക്കുകയും ചെയ്ത രണ്ട് മഹാന്മാക്കൾ ഒരാളാണ് ശ്യാമപ്രസാദ് മുഖർജി. ശ്യാമപ്രസാദ് മുഖർജിയാണ് ആർട്ടിക്കിൾ 370-ക്കെതിരായ കരളിമുശ്ശേരി 370-ക്കെതിരായിട്ടുള്ള വലിയ പോരാട്ടം നടത്തുകയും ജമ്മുകാശ്മീരിലേക്ക് മാർച്ച് നടത്തുകയും ജമ്മുകാശ്മീരിന്റെ മണ്ണിൽ മരണമടയുകയും ഒക്കെ ചെയ്ത സംഭവം ചരിത്രമാണ്. എനിക്കിവിടെ സൂചിപ്പിക്കുവാനുള്ളത്, നമ്മുടെ പ്രസ്ഥാനത്തിന്റെ ആദ്യകാല രൂപം ജനസംഘമാണ്. ജനസംഘത്തിന്റെ അധ്യക്ഷനാണ് ശ്യാമപ്രസാദ് മുഖർജി. നമ്മുടെ പ്രസ്ഥാനമുണ്ടായ കാലം മുതൽ നാം എടുത്ത നിലപാട് ആർട്ടിക്കിൾ 370-ക്കെതിരായി. ജമ്മുകാശ്മീർ പ്രത്യേക പദവി, ജമ്മുകാശ്മീരിന് പ്രത്യേക പ്രധാനമന്ത്രി, പ്രത്യേക കൊടി, പ്രത്യേക ഭരണാധികാരം കൊടുക്കുന്നതിന് നമ്മുടെ പാർട്ടി എതിരായിരുന്നു. അതിൽ പ്രതിഷേധിച്ചായിരുന്നു ജമ്മുകാശ്മീരിലേക്ക് ശ്യാമപ്രസാദ് മുഖർജി മാർച്ച് നടത്തുന്നതും അവിടെ ബലിദാനിയാവുന്നത്. അന്ന് പാർട്ടിയുടെ നിലപാട്, അന്ന് നമ്മുടെ സംഘടനയുടെ ആദ്യകാലവുമായ ജനസംഘം എടുത്ത നിലപാടിൽ നിന്ന് കടുകിട ഇന്നും മാറിയിട്ടില്ല. ഭരണത്തിലേറി 10ാം വർഷം, ഭരണത്തിൽ നമ്മുടെ തുടർച്ചയായി ഭരിച്ച് 10ാം വർഷം നരേന്ദ്രമോദിയുടെ അവസാനത്തെ രണ്ടാം ഭരണം, നരേന്ദ്രമോദിജി ഭരണത്തിന്റെ അവസാനത്തെ മണിക്കൂറുകളിലായിരുന്നു, അവസാനത്തെ ആഴ്ചകളിലായിരുന്നു ആർട്ടിക്കിൾ 370 റദ്ദാക്കിക്കൊണ്ടുള്ള ഉത്തരവ് ഗവൺമെന്റ് പുറപ്പെടുവിക്കുന്നത്. പ്രാരംഭകാലത്തിലെടുത്ത നിലപാടുകൾ എന്തായിരുന്നു? ആ ആദർശ അധിഷ്ഠിതമായിട്ടുള്ള നിലപാടുകളിൽ അല്പം പോലും വെള്ളം ചേർക്കാതെ ഇന്നും നമ്മുടെ പ്രസ്ഥാനം ആ ആശയ ആദർശത്തിൽ ഉറച്ചു നിന്നുകൊണ്ട് പോരാടുന്നു, മുന്നോട്ട് പോകുന്നു എന്നുള്ളതാണ് നാം കാണുന്നത്. അതുകൊണ്ട് തന്നെ ഈ മഹാന്മാരുടെ പേരുകൾ ഓർക്കുമ്പോഴും ഉച്ചരിക്കുമ്പോഴും അവരുടെ ജന്മദിനവും ബലിദാന ദിനവും നമ്മൾ ഓർക്കുമ്പോഴും പുതുക്കുമ്പോഴും നാം മനസ്സിൽ കുറിക്കേണ്ട നമ്മുടെ പ്രസ്ഥാനം ഒരു ആശയാദർശത്തിൽ ഊന്നി ശക്തമായ നിലപാടുകൾ സ്വീകരിച്ചുകൊണ്ട് പോകുന്ന പ്രസ്ഥാനമാണ്. വ്യക്തിയാധിഷ്ഠിതമല്ല. ഇത് ഇത്രയും ബലവത്തായിട്ടുള്ള ഈ പ്രസ്ഥാനം അനുസ്യൂതമായിട്ട് ഒരു ഗംഗാ പ്രവാഹം പോലെ ഒഴുകിക്കൊണ്ടിരിക്കുന്നതിന്റെ ആദർശത്തിന്റെ ആ ശക്തി കൊണ്ടാണ്, ആ ആദർശശക്തിയുടെ ആ മാറ്റം ഓരോ ദിവസവും തിളങ്ങിക്കൊണ്ടിരിക്കുന്നത് കൊണ്ടാണ് എന്നൊരു ബോധ്യം നമുക്കുണ്ടാവണം. ഞാൻ കൂടുതലായിട്ടൊന്നും പറയുന്നില്ല. പ്രത്യേകിച്ച് ഇപ്പോൾ 3ാം നരേന്ദ്രമോദി സർക്കാർ നമ്മുടെ അധികാരത്തിലേക്ക് നമ്മൾ മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുകയാണ്. നമ്മുടെ ഗവൺമെന്റ് മുന്നോട്ട് പോവുകയാണ്. പാർട്ടി പ്രവർത്തകരെ സംബന്ധിച്ച് നമ്മുടെ ആശയത്തില്ല, നമ്മുടെ ആദർശത്തിൽ ഒന്നുകൊണ്ട് ഒരുപാട് കാര്യങ്ങൾ ഇനിയും ചെയ്യാനുണ്ട്. ഒരുപാട് ദൂരം നമുക്ക് ഇനിയും മുന്നോട്ട് പോകാനുണ്ട്. ഭാരതത്തിന്റെ യശസ്സിന് വേണ്ടി, നമ്മുടെ സമൂഹത്തിന്റെ നന്മയ്ക്ക് വേണ്ടി നമുക്ക് ഒരുമിച്ച് നിന്ന് പോരാടേണ്ടതുണ്ട്. അതൊക്കെ ഈ ശ്യാമപ്രസാദ് മുഖർജിയുടെ ജീവിതവും മറ്റും ഒക്കെ പഠിക്കുമ്പോൾ അദ്ദേഹത്തിന്റെ പാർലമെന്റിലെ പ്രസംഗങ്ങളും അദ്ദേഹത്തിന്റെ മറ്റു കാര്യങ്ങളൊക്കെ ചർച്ച ചെയ്യുമ്പോഴൊക്കെ നമുക്കത് മനസ്സിലാക്കാൻ സാധിക്കും. ഇത് മാത്രമാണ് എനിക്ക് സൂചിപ്പിക്കാനുള്ളത്. എന്തായാലും ഈ ചടങ്ങ് ഉദ്ഘാടനം ചെയ്തുകൊണ്ട് സംസാരിക്കുവാൻ പാർട്ടിയുടെ ചടങ്ങിനായിട്ടുള്ള കോർ കമ്മിറ്റി അംഗം സംസ്ഥാന ഉപാധ്യക്ഷൻ രാധാകൃഷ്ണനെ ക്ഷണിക്കുകയാണ്. ഈ പരിപാടിയുടെ അധ്യക്ഷൻ പാലക്കാട് ജില്ലാ പ്രസിഡന്റ് സുമൻ ഷൈജു, ബഹുമാനായ KVS ഹരിദാസ്, സുമൻ അനൂപ്ജി, സുമൻ EP ശങ്കർകുട്ടി, സുമൻ ഷാജി മുദ്രകൻ, സുമൻ പ്രസിദ്ധ്, സുമൻ മനോജ് രവിചന്ദ്രൻ, പ്രിയ സജി, ഇവിടെ വന്നു ചേർന്നിട്ടുള്ള ശ്യാമപ്രസാദ് മുഖർജിയെ അനുസ്മരിക്കുമ്പോൾ നമ്മെ സംബന്ധിച്ച് ഭാരതീയ ജനസംഘത്തിന്റെ സ്ഥാപക നേതാവ്, ഭാരതീയ ജനസംഘം എന്ന രാഷ്ട്രീയ പാർട്ടി, ആ രാഷ്ട്രീയ പാർട്ടി രൂപീകരിക്കുന്നതിന് വേണ്ടി അദ്ദേഹം എടുത്തിട്ടുള്ള നിലപാടുകൾ
ആ കാലയളവിലെ രാഷ്ട്രീയ സാഹചര്യങ്ങൾ ഒക്കെ നമുക്ക് വിലയിരുത്തേണ്ടത്. ബഹുമാനായ ശ്യാം പ്രസാദ് മുഖർജി പണ്ഡിറ്റ് ജവഹർലാൽ നെഹ്റുവിന്റെ മന്ത്രിസഭയിലെ വ്യവസായ മന്ത്രിയായി. വളരെ ചെറുപ്പത്തിൽ തന്നെ ഏതാണ്ട് 32 വയസ്സിൽ തന്നെ വൈസ് ചാൻസലറായ ആളാണ്. ഉന്നത വിദ്യാഭ്യാസം ഒക്കെ നേടിയതിനു ശേഷം രാഷ്ട്രീയ രംഗത്ത് സജീവ സാന്നിധ്യമാകുകയും സംസ്ഥാനത്തിന്റെ ധനകാര്യമന്ത്രി എന്ന നിലയ്ക്കും വൈസ് ചാൻസലർ എന്ന നിലയ്ക്കും പൊതുവായ രാഷ്ട്രീയ സാഹചര്യങ്ങളുമായി ഒക്കെ ബന്ധപ്പെട്ട് മുന്നോട്ട് പോവുകയും നമ്മുടെ രാജ്യത്തിന്റെ സ്വാതന്ത്ര്യത്തിനു വേണ്ടി കനത്ത പോരാട്ടം നടത്തിയിട്ടുള്ള ആ കാലത്തെ കോൺഗ്രസ് പാർട്ടിയുടെ മുന്നണി പോരാളിയായിരുന്നു ശ്രീമാൻ ശ്യാം പ്രസാദ് മുഖർജി. അങ്ങനെ ശ്യാം പ്രസാദ് മുഖർജി ഇന്ത്യയുടെ വ്യവസായ മന്ത്രിയായിരുന്ന കാലയളവിൽ രാജ്യത്തെ തൊഴിലാളി വർഗത്തിനു വേണ്ടി, അധ്വാന വർഗത്തിൽപ്പെട്ട ആളുകൾക്ക് വേണ്ടി ഒരുപാട് നിർണായകമായ തീരുമാനങ്ങളും 8 മണിക്കൂർ തൊഴിൽ എന്നുള്ള സാഹചര്യം ഉറപ്പുവരുത്തുന്നതിന് വേണ്ടിയുള്ള അതിശക്തമായ ഇടപെടലുകളൊക്കെ നടത്തിയിട്ടുള്ള നേതാവാണ്. പിന്നീട് ശ്യാം പ്രസാദ് മുഖർജി പണ്ഡിറ്റ് ജവഹർലാൽ നെഹ്റുവുമായി ഒരുപാട് വിഷയങ്ങൾക്ക് അഭിപ്രായ വ്യത്യാസമുണ്ടായി. പാകിസ്ഥാനിലെ പ്രധാനമന്ത്രിയുമായി ശ്രീമാൻ പണ്ഡിറ്റ് ജവഹർലാൽ നെഹ്റു എടുത്ത ഒരു ഉടമ്പടി ഉണ്ടായി. ആ ഉടമ്പടി ന്യൂനപക്ഷങ്ങളുടെ പ്രത്യേക അവകാശങ്ങൾക്ക് വേണ്ടിയുള്ള ഉടമ്പടിയായി. അങ്ങനെ 2 രാജ്യങ്ങൾ തമ്മിൽ ചർച്ച ചെയ്തപ്പോ ന്യൂനപക്ഷ വിഭാഗങ്ങൾക്ക് വേണ്ടിയുള്ള ആനുകൂല്യങ്ങളെ സംബന്ധിച്ച് ആ ഉടമ്പടിയെ നഖശിഖാന്തം എതിർത്തുകൊണ്ടാണ് ശ്രീമാൻ ശ്യാം പ്രസാദ് മുഖർജി പണ്ഡിറ്റ് ജവഹർലാൽ നെഹ്റുവുമായിട്ടുള്ള അഭിപ്രായ വ്യത്യാസത്തെ തുടർന്ന് ഈ മന്ത്രിസഭയിൽ നിന്ന് രാജിവെക്കുക. ഈ മന്ത്രിസഭയിൽ നിന്ന് രാജിവെക്കുമ്പോൾ ഒരുപാട് വിഷയങ്ങളുണ്ടായി രാജ്യത്തെ സംബന്ധിച്ച്. ഒന്ന്, ഇന്നത്തെ പോലെ തന്നെ ഇന്ത്യൻ നാഷണൽ കോൺഗ്രസ് എടുത്തിട്ടുള്ള നിലപാടുകൾ, പ്രത്യേകിച്ച് മുസ്ലിം ജനവിഭാഗത്തിനു വേണ്ടി അനിയന്ത്രിതമായ രീതിയിലുള്ള ഇടപെടലുകൾ നടത്തുന്നു. അവർക്ക് അനർഹമായിട്ടുള്ള ആനുകൂല്യങ്ങൾ കൊടുക്കുന്നു. അങ്ങനെ എല്ലാ തരത്തിലും നമ്മുടെ രാജ്യം സ്വതന്ത്രമായ അന്ന് മുതൽ ഇന്ന് വരെ കോൺഗ്രസ് കൈക്കൊണ്ടിട്ടുള്ള അതേ നടപടികൾ തന്നെയായിരുന്നു പണ്ഡിറ്റ് ജവഹർലാൽ നെഹ്റു മുന്നോട്ട് കൊണ്ടുപോയത്. അതുകൊണ്ട് തന്നെ പണ്ഡിറ്റ് ജവഹർലാൽ നെഹ്റുവിന്റെ പ്രീണന രാഷ്ട്രീയം, സംഘടിതമായ മുസ്ലിം സമുദായത്തിന് അനുകൂലമായ ഒരു രാഷ്ട്രീയം, ആ രാഷ്ട്രീയത്തിന്റെ ഭാഗമായിരുന്നു ആർട്ടിക്കിൾ 370 ഉൾപ്പെടെയുള്ള കാശ്മീരിന്റെ പ്രത്യേക പദവി. നമുക്കറിയാം, നമ്മുടെ ഇന്ത്യ വിഭജനം ഉണ്ടായതിനു ശേഷം സ്വതന്ത്ര ഭാരതത്തിലെ പല പ്രദേശങ്ങളും ഭാരതത്തോട് കൂട്ടിച്ചേർക്കുമ്പോൾ സർദാർ വല്ലഭായ് പട്ടേൽ എടുത്തിട്ടുള്ള വളരെ നിഷ്കർഷയോടുകൂടി വിട്ടുവീഴ്ചയില്ലാത്ത നിലപാടുകൾ, തിരുവിതാംകൂർ ഉൾപ്പെടെയുള്ള ചെറിയ നാട്ടുരാജ്യങ്ങളൊക്കെ ഭാരതത്തോട് ചേർക്കുമ്പോഴും ഹൈദരാബാദ് ഉൾപ്പെടെയുള്ള പ്രദേശങ്ങൾ പൊതു താൽപര്യത്തെ അടിയുറച്ചുകൊണ്ട് നമ്മുടെ രാജ്യത്തിന്റെ ഐക്യത്തെ ഊട്ടിയുറപ്പിച്ചുകൊണ്ടുള്ള നിലപാടുകളാണ് സ്വീകരിച്ചത്. അങ്ങനെ ഉറച്ചുകൊണ്ടുള്ള നിലപാടുകളാണ് സ്വീകരിച്ചത്. ആ നിലപാടുകൾക്ക് വ്യത്യസ്തമാകിയാണ് പണ്ഡിറ്റ് ജവഹർലാൽ നെഹ്റു വ്യക്തിപരമായി താൽപര്യമെടുത്ത് കാശ്മീരിന് പ്രത്യേക പദവികൾ കൊടുത്ത് ഒരു രാജ്യത്തിനും ഭൂഷണമല്ലാത്ത രീതിയിൽ
ഒരു രാജ്യവും സാമാന്യഗതിയിൽ അംഗീകരിക്കാത്ത രീതിയിൽ ഭാരതത്തിനകത്ത് പുതിയൊരു രാജ്യം കെട്ടിപ്പടുക്കുന്നതിനുള്ള ശ്രമമാണ് കോൺഗ്രസ് പാർട്ടിയും പണ്ഡിറ്റ് ജവഹർലാൽ നെഹ്റു സ്വീകരിച്ചത്. അതിന്റെ ഫലമായി കാശ്മീരിന് പ്രത്യേക പദവി വന്നു. ആ പദവിയെ സംബന്ധിച്ച് ഇപ്പൊ നമ്മൾ കാശ്മീരിലെ ആർട്ടിക്കിൾ 370 എടുത്തു കളഞ്ഞിട്ടുള്ള സാഹചര്യത്തിൽ പലപ്പോഴും ചർച്ചാ വിഷയമാണ്. ഇന്ത്യയുടെ പരമോന്നതമായ പാർലമെന്റ് പാസാക്കുന്ന നിയമങ്ങൾ ഒരിക്കലും കാശ്മീരിൽ ബാധകമായിരുന്നില്ല. ഇന്ത്യയുടെ പരമോന്നതമായ പാർലമെന്റിൽ നാം അംഗീകരിച്ചിട്ടുള്ള ഭരണഘടനാ ഭേദഗതികൾ, പാർലമെന്ററി ജനാധിപത്യത്തിന്റെ ഭാഗമായി അംഗീകരിക്കപ്പെട്ടിട്ടുള്ള തിരുത്തലുകൾ, പുതിയ പുതിയ ആവശ്യകതകൾ, അതൊക്കെ കാശ്മീരിൽ അവിടെ നടപ്പാക്കണമെങ്കിൽ കാശ്മീർ അസംബ്ലി പാസാക്കേണ്ട സാഹചര്യമുണ്ടായി. കാശ്മീരിൽ അസംബ്ലി പാസാക്കിയാൽ മാത്രമേ അത് നടപ്പാകുമായിരുന്നുള്ളൂ. നിർഭാഗ്യമെന്ന് പറയട്ടെ, കാശ്മീരിലെ അസംബ്ലി മന്ദിരത്തിനകത്ത് 2 പതാകയാണ്. ഭാരതത്തിന്റെ ദേശീയ പതാകയും കാശ്മീരിന്റെ പ്രത്യേക പതാകയും. ഒരു ഘട്ടത്തിൽ ഈ കാശ്മീരിന്റെ പ്രത്യേക പദവി നിലനിൽക്കുമ്പോൾ തന്നെ നാം അവിടെ ചില ഘടകകക്ഷികളുമായി ചേർന്ന് ഭരണം നടത്തുമ്പോൾ നമ്മുടെ മന്ത്രിമാർ അനുഭവിച്ചിട്ടുള്ള ഒരു മനോവ്യഥ അവരുടെ കാറിന്റെ മുകളിൽ 2 കൊടികൾ മുന്നോട്ട് കൊണ്ടുപോകണമായിരുന്നു. ആ സമയത്ത് പലപ്പോഴും BJPയുടെ മന്ത്രിമാർ ആ ഒരു കൊടിയുടെ മുകളിൽ കവറിട്ടാണ് പോയിരുന്നത്. അങ്ങനെ ആർട്ടിക്കിൾ 370യുടെ മറവിൽ, കാശ്മീരിന്റെ പ്രത്യേക പദവിയുടെ മറവിൽ, കാശ്മീരിന്റെ നിയമസഭാ മന്ദിരത്തിന്റെ മുകളിൽ 2 പതാക, ഇന്ത്യയുടെ പരമോന്നതമായ പാർലമെന്റ് പാസാക്കുന്ന നിയമങ്ങൾ കാശ്മീരിലെ നിയമസഭാ സമിതി അല്ലെങ്കിൽ നിയമസഭാ യോഗം കൂടി അംഗീകരിച്ചാൽ മാത്രമേ അവർക്ക് പ്രായോഗികമായി നടപ്പാക്കേണ്ടൂ എന്നുള്ള ഒരു സ്ഥിതിവിശേഷം നിലനിന്നിരുന്നു. അതിനേക്കാൾ ഉപരി കാശ്മീരിലേക്ക് പ്രവേശിക്കണമെങ്കിൽ പാസ്പോർട്ട് വേണമായിരുന്നു. അങ്ങനെ കാശ്മീരിലേക്ക് പ്രവേശിക്കണമെങ്കിൽ പാസ്പോർട്ട് വേണമെന്ന ഒരു നിയമം ഈ കാശ്മീരിന്റെ പ്രത്യേക പദവിയിൽ നിലനിൽക്കുകയായിരുന്നു. ബഹുമാനായ ശ്യാംപ്രസാദ് മുഖർജി വ്യവസായ മന്ത്രിയായിരുന്ന കാലയളവിൽ അതിശക്തമായ രീതിയിൽ പാർലമെന്റിനകത്ത് ഈ വിഷയം ഉന്നയിക്കുകയും പലപ്പോഴും പണ്ഡിറ്റ് ജവഹർലാൽ നെഹ്റുവുമായി നേരിട്ട് കൊമ്പ് കോർക്കാനുള്ള സാഹചര്യമുണ്ടായി. ആ കാലയളവിൽ തന്നെയാണ് ഞാൻ നേരത്തെ സൂചിപ്പിച്ച പോലെ ലിയാഖത്തുമായി പാകിസ്ഥാൻ പ്രധാനമന്ത്രിയുമായി പണ്ഡിറ്റ് ജവഹർലാൽ നെഹ്റു ഉണ്ടാക്കിയിട്ടുള്ള ഉടമ്പടികളൊക്കെ പുറത്തു വരുന്നത്. ആ ഘട്ടത്തിൽ നമ്മുടെ രാജ്യത്തിന്റെ ഏറ്റവും പ്രധാനപ്പെട്ട വ്യവസായ വകുപ്പ് കൈകാര്യം ചെയ്തിരുന്ന മന്ത്രി എന്ന നിലയ്ക്ക് ശ്രീമാൻ ശ്യാംപ്രസാദ് മുഖർജി രാജ്യമെമ്പാടുമുള്ള ഒരുപാട് ദേശീയ പ്രസ്ഥാനങ്ങളും അതിന്റെ പ്രധാനപ്പെട്ട ആളുകളുമായി ഒക്കെ സംസാരിച്ചു. അതിന്റെയൊക്കെ അടിസ്ഥാനത്തിൽ അദ്ദേഹം പാർലമെന്റിൽ ഉജ്ജ്വലമായ ഒരു പ്രസംഗം നടത്തിയതിനു ശേഷം ഇന്നത്തെ കോൺഗ്രസ് പാർട്ടിയുടെയും പണ്ഡിറ്റ് ജവഹർലാൽ നെഹ്റുവിന്റെ കോൺഗ്രസ് പാർട്ടിയുടെയും ഒരേ നിലപാടുകളായ ഈ ഒരു പ്രത്യേക മതവിഭാഗത്തോടുള്ള അല്ലെങ്കിൽ ഭൂരിപക്ഷ സമുദായത്തോടുള്ള അവഗണനയും അവഹേളനയും ഒക്കെ തുടരുന്ന സാഹചര്യത്തിൽ ആ പ്രസംഗത്തോടുകൂടി അദ്ദേഹം രാജിവെച്ച് പുറത്തു വരികയുണ്ടായി. രാജിവെച്ച് പുറത്തു വന്ന് അദ്ദേഹം ഭാരതമെമ്പാട് സഞ്ചരിച്ചു. പല ഹൈന്ദവ പ്രസ്ഥാനങ്ങളുമായി സഹകരിച്ച് അദ്ദേഹം മുന്നോട്ട് പോയി. ആ വിഭജനത്തിന് വേണ്ടി വോട്ട് രേഖപ്പെടുത്തുമ്പോൾ ഏതാണ്ട് 93% മുസ്ലിം സഹോദരന്മാർ ഭാരതത്തോട് ചേർന്ന് നിൽക്കണം എന്നാവശ്യപ്പെട്ടതാണ്. നിർഭാഗ്യമെന്ന് പറയട്ടെ, ഇന്ത്യൻ നാഷണൽ കോൺഗ്രസിന്റെയും പണ്ഡിറ്റ് ജവഹർലാൽ നെഹ്റുവിന്റെയും പ്രീണന നയത്തിന്റെ ഭാഗമായി ഭാരതം വിഭജിക്കപ്പെടുന്നു. ആ സമയത്ത് എടുത്തിട്ടുള്ള പല നിലപാടുകൾ, ഭരണഘടനാപരമായ നിലപാടുകൾ, ഭാരതത്തിന്റെ മുന്നോട്ട് പോക്കിനെ കുറിച്ചെടുത്തുള്ള വിദ്യാഭ്യാസത്തെ കുറിച്ചും അതിന്റെ സംവിധാനത്തെ കുറിച്ചും എടുത്തുള്ള നിലപാടുകൾ, ഇന്ന് പലപ്പോഴും ചർച്ച ചെയ്യപ്പെടുന്ന സ്ഥലനാമങ്ങളുടെ നിലപാടുകൾ, നമ്മുടെ രാജ്യത്ത് മുഗൾ ഭരണം ഉണ്ടാക്കി വെച്ചിട്ടുള്ള അപകടകരമായ കീഴ്വഴക്കങ്ങൾ, ഇതിനൊക്കെ ചർച്ച ചെയ്തുകൊണ്ടാണ് ശ്രീമാൻ ഗുരുജി ഗോൾവാൾക്കറുമായി ഒരു ജീവിതചര്യ രൂപപ്പെടണം, അതിനടിസ്ഥാനത്തിലുള്ള ഒരു വിദേശ നയം ഉണ്ടാകണം, ലോക സമസ്ത സുഖിനോ ഭവന്തു എന്ന നമ്മുടെ ഭാരതീയമായ കാണണം, ആ രീതിയിലുള്ള ഒരു സാമ്പത്തികമായ നയം രൂപപ്പെടണം, ആ രൂപത്തിലുള്ള ഒരു തൊഴിൽ നയം രാജ്യത്ത് ആവശ്യമാണ്.
പ്രകൃതിയെയും മണ്ണിനെയും ഒക്കെ സ്നേഹിക്കുന്ന, ഇന്ന് രാവിലെ നമ്മൾ ചെടി നടുകയുണ്ടായി, പ്രകൃതിയെയും മണ്ണിനെയും ഒക്കെ സ്നേഹിക്കുന്ന, അതിനെയൊക്കെ നെഞ്ചോട് ചേർത്ത് പിടിക്കുന്ന നമ്മുടെ ഭാരതീയമായ സംസ്കൃതി, നമ്മുടെ പുഴകളെയും ജലാദികളെയും എല്ലാത്തിനെയും നാം കാണുന്നത് ഈശ്വരീയമായ സങ്കല്പത്തിന്റെ ഭാഗമാണ്. മരത്തോട് അനുമതി ചോദിച്ചുകൊണ്ട് മരം മുറിക്കുന്നൊരു സംസ്കാരം, പാമ്പിന് പാല് കൊടുക്കുന്നൊരു സംസ്കാരം, എല്ലാവരെയും പരസ്പരം ഈശ്വരനായി കാണുന്നൊരു സംസ്കാരം, ആ സംസ്കാരത്തിലും സംസ്കൃതിയിലും അടിസ്ഥാനപ്പെടുത്തിയുള്ള ആ ഭാരതീയമായ സങ്കല്പങ്ങളിൽ അധിഷ്ഠിതമായ ഒരു രാഷ്ട്രീയ പാർട്ടി രൂപീകരിക്കണമെന്ന നിരന്തരമായ ചർച്ചയായിരുന്നു പൂജനീയ ഗുരുജി ഗോൾവാൾക്കറുമായി ശ്യാം പ്രസാദ് മുഖർജി നടത്തിയത്. ആ ചർച്ചകളുടെ അടിസ്ഥാനത്തിൽ, വിവിധ പ്രദേശങ്ങളിൽ നടത്തിയിട്ടുള്ള സിറ്റിംഗുകളുടെ അടിസ്ഥാനത്തിൽ, ഒരുപാട് നീണ്ടു നിൽക്കുന്ന യാത്രകളുടെ അടിസ്ഥാനത്തിൽ അന്ന് ഭാരതീയ ജനസംഘത്തിന് രൂപം കൊടുത്തു. നമുക്കറിയാം, രാഷ്ട്രീയ സ്വയംസേവക സംഘത്തെ സംബന്ധിച്ച് രാഷ്ട്രീയ രംഗത്ത് വലിയ പരിചയമില്ലാത്തൊരു കാലയളവ്. എല്ലാ സംസ്ഥാനങ്ങളിലേക്കും ഹിന്ദുത്വ പ്രസ്ഥാനത്തിന്റെ വളർച്ചയുടെ ഒരു ഘട്ടം, പ്രത്യേകിച്ച് രാഷ്ട്രീയ സ്വയംസേവക സംഘം നിരോധനത്തെ അഭിമുഖീകരിച്ചുകൊണ്ട് ജനങ്ങളുടെ ഇടയിലേക്ക് വന്നിട്ടുള്ള ആ ചെറിയ കാലയളവ്, ആ കാലയളവിലാണ് വളരെ ആകാശത്തോളം വളർന്നു നിൽക്കുന്ന ഭാരതത്തിലെ എമ്പാടുമുള്ള ജനങ്ങളിൽ ഒരുപാട് സ്വാധീനവും ഒരുപാട് പ്രതീക്ഷയും അർപ്പിച്ചിട്ടുള്ള ശ്രീമാൻ ശ്യാം പ്രസാദ് മുഖർജി ഈ ഒരു ആശയവുമായി നമ്മുടെ അടുത്തേക്ക് വരികയാണ്. അങ്ങനെ ഭാരതീയ ജനസംഘം എന്ന രാഷ്ട്രീയ പാർട്ടി രൂപപ്പെടുമ്പോൾ ഭാരതത്തിലെമ്പാടുമുള്ള ഒരുപാട് സംഘപ്രചാരകന്മാർ, നിസ്വാർത്ഥരായ സ്വയംസേവകന്മാർ, ഭാരതീയമായ സങ്കല്പത്തിലും ആർഷഭാരത സംസ്കൃതിയിലും മുറുകെ പിടിക്കുന്ന ആളുകൾ, അവരുടെയൊക്കെ സഹായത്തോടു കൂടി ഭാരതീയ ജനസംഘത്തിന് രൂപം കൊടുക്കും. നമുക്കറിയാം, ഭാരതീയ ജനസംഘത്തിന് രൂപം കൊടുക്കുമ്പോൾ നാം കേട്ടറിവുള്ളത് അല്ലെങ്കിൽ വായിച്ചുള്ള അറിവിന്റെ അടിസ്ഥാനത്തിൽ വളരെ പരിമിതമായ ശക്തിയുള്ള ആ കാലയളവിൽ ആദ്യം നടന്നിട്ടുള്ള പാർലമെന്റ് തെരഞ്ഞെടുപ്പിൽ, ഇന്ത്യയുടെ പരമോന്നതമായ പാർലമെന്റിൽ ശ്യാം പ്രസാദ് മുഖർജിയും അദ്ദേഹത്തോടൊപ്പം മത്സരിച്ച രണ്ടുപേരും, അങ്ങനെ 3 പേർ പാർലമെന്റിലേക്ക് തെരഞ്ഞെടുക്കപ്പെടുകയാണ്. അങ്ങനെ 3 ആളുകൾ പാർലമെന്റിലേക്ക് ഭാരതീയ ജനസംഘത്തിന് തെരഞ്ഞെടുക്കപ്പെടുന്നു. നാം മനസ്സിലാക്കേണ്ട വലിപ്പം, ഏതാണ്ട് പണ്ഡിറ്റ് ജവഹർലാൽ ഏതാണ്ട് 32ഓളം MP-മാർ ചേർന്ന് ഒരു പുതിയ മുന്നണി സംവിധാനം ഉണ്ടാക്കി. ശ്രീമാൻ നരേന്ദ്രമോദി NDA നയിക്കുമ്പോൾ പല ആളുകളുടെയും ആശങ്കയും ഇതെങ്ങനെ മുന്നോട്ട് കൊണ്ടുപോകും എന്നൊക്കെ പറയുമ്പോൾ, ഭാരതീയ ജനസംഘം രൂപപ്പെട്ട് അതിന്റെ കൊച്ചുനാളുകളിൽ തന്നെ ശ്രീമാൻ ശ്യാം പ്രസാദ് മുഖർജി ഏതാണ്ട് 32ഓളം MP-മാരെ തോളോട് തോൾ ചേർത്ത് അല്ലെങ്കിൽ ഹൃദയത്തോട് ചേർത്ത് പിടിച്ച് സംബന്ധിച്ചിടത്തോളം അദ്ദേഹം എടുത്ത നിലപാടുകളും അദ്ദേഹത്തോട് ഒട്ടിച്ചേർന്ന് നിന്നുകൊണ്ട് മുന്നോട്ട് പോയിട്ടുള്ള പണ്ഡിറ്റ് ദീനദയാൽ ഉപാധ്യായ അതിന്റെ ആശയപരമായ രീതിയിൽ ദൃഢത ഉറപ്പുവരുത്തി, ആശയപരമായ അടിത്തറ ഉറപ്പുവരുത്തിയിട്ടുള്ള ഏതാണ്ട് ഒരു നിഴല് പോലെ ശ്യാം പ്രസാദ് മുഖർജിയോടൊപ്പം സഞ്ചരിച്ചിട്ടുള്ള പണ്ഡിറ്റ് ദീനദയാൽ ഉപാധ്യായയുടെ ആശയപരമായ ദൃഢീകരണവും ഒക്കെ ചേർന്ന് വന്നപ്പോൾ ഭാരതീയ ജനസംഘം നമ്മുടെ രാജ്യത്തിന്റെ എല്ലാ ഭാഗത്തേക്കും പടർന്നു വന്നിരിക്കുകയായി. നമുക്കറിയാം, നമ്മുടെ രാജ്യങ്ങളിൽ എല്ലാ പ്രദേശങ്ങളിലേക്കും അത് വരുന്നു, സപ്തമരണി ഉണ്ടാകുന്നു, ഒരുപാട് സംസ്ഥാനങ്ങളിൽ ഭരണത്തിന്റെ ഭാഗമാകുന്നു എന്നുള്ളതൊക്കെ പിന്നീട് വന്നിട്ടുള്ള രാഷ്ട്രീയത്തിന്റെ ഭാഗമാണ്. ശ്യാം പ്രസാദ് മുഖർജി അന്ന് തുടങ്ങി വെച്ചിട്ടുള്ള ഈ കാശ്മീരിന്റെ പ്രത്യേക പദവിക്കെതിരായി അദ്ദേഹം എടുത്തിട്ടുള്ള നിലപാടുകൾ, നിരന്തരമായ പോരാട്ടങ്ങൾ, ആ പോരാട്ടങ്ങൾ ഇന്ത്യയുടെ പല സംസ്ഥാനങ്ങളിലും വലിയ സമ്മേളനങ്ങൾ വഴി പൊതുസമൂഹ സംഘം ഔദ്യോഗികമായി അംഗീകരിച്ചിട്ടുള്ള പ്രമേയത്തെ ബലപ്പെടുത്തിക്കൊണ്ട് ശ്യാം പ്രസാദ് മുഖർജി പണ്ഡിറ്റ് ദീനദയാൽജി ഉൾപ്പെടെയുള്ള ആളുകളുമായി ഒക്കെ ആശയവിനിമയം നടത്തി. പണ്ഡിറ്റ് ജവഹർലാൽ നെഹ്റുവിന്റെ വെല്ലുവിളിയെ മറികടന്നുകൊണ്ടാണ് കാശ്മീരിലേക്ക് പോയത്. അങ്ങനെ കാശ്മീരിലേക്ക് അദ്ദേഹം പോകുമ്പോൾ അദ്ദേഹം ഞാൻ മനസ്സിലാക്കുന്നത് ഏതാണ്ട് 50 വയസ്സ് 51 വയസ്സുള്ള കാലയളവിലാണ്. അങ്ങനെ കാശ്മീരിലേക്ക് പോയി കാശ്മീരിലെ ജയിലറകളിൽ പോകുമ്പോൾ അദ്ദേഹം എടുത്ത നിലപാട്, ഞാൻ പാസ്പോർട്ടുമായി കാശ്മീരിൽ പ്രവേശിക്കില്ല. പാസ്പോർട്ടിന്റെ ഭാഗമായി അദ്ദേഹം ജയിലിൽ പോകുകയാണ്. നിർഭാഗ്യം എന്ന് പറയട്ടെ, നമ്മുടെ രാജ്യത്തിന്റെ പ്രതീക്ഷയായിരുന്ന ഭാരതത്തിന്റെ ഉന്നതമായ പദവികളിലേക്ക് എത്തി
ലോകരാജ്യങ്ങളുടെ മുമ്പാകെ ഭാരതം ശിരസ്സുയർത്തിപ്പിടിച്ചു നിൽക്കേണ്ട ഒരു കാലയളവിലേക്ക് നമ്മെ നയിക്കേണ്ട ശ്യാം പ്രസാദ് മുഖർജി ഇന്ത്യൻ നാഷണൽ കോൺഗ്രസിന്റെയും പണ്ഡിറ്റ് ജവഹർലാൽ നെഹ്റുവിന്റെയും ക്രൂരമായ പൈശാചികമായ ഇടപെടലുകളെ അടിസ്ഥാനപ്പെടുത്തി, രാജ്യദ്രോഹ പ്രവർത്തനങ്ങളെ അടിസ്ഥാനപ്പെടുത്തി ഇന്നും കോൺഗ്രസ് നിലപാടുകൾ സ്വീകരിക്കുന്ന മനുഷ്യത്വരഹിതമായ വർഗീയ വിദ്വേഷം നിലനിർത്തുന്ന, മതപരമായ രീതിയിൽ രാജ്യത്തെ വിഘടിപ്പിക്കുന്ന, മതന്യൂനപക്ഷ വിഭാഗങ്ങളിൽ ആശങ്ക പരത്തി അവരെ രാജ്യദ്രോഹികളാക്കി മാറ്റുന്ന ഇന്നത്തെ കോൺഗ്രസിന്റെ അതേ നയത്തിന്റെ ഭാഗമായി പണ്ഡിറ്റ് ജവഹർലാൽ നെഹ്റുവിന്റെ നേതൃത്വത്തിൽ, ഇന്ത്യൻ നാഷണൽ കോൺഗ്രസിന്റെ നേതൃത്വത്തിൽ, പണ്ഡിറ്റ് ജവഹർലാൽ നെഹ്റുവിന്റെ മന്ത്രിസഭയുടെ നേതൃത്വത്തിൽ ശ്രീമാൻ ശ്യാം പ്രസാദ് മുഖർജിയെ ജയിലിലാക്കുകയും അങ്ങേയറ്റം നിർഭാഗ്യകരമായ സാഹചര്യത്തിൽ അദ്ദേഹത്തിന് ഹാർട്ടിന് അസുഖം ഉണ്ടാകുകയും ആശുപത്രിയിൽ പ്രവേശിക്കുകയും അദ്ദേഹം നമ്മളെ വേർപെട്ടു പോകുന്ന സാഹചര്യമുണ്ടായി. അങ്ങനെ ശ്യാം പ്രസാദ് മുഖർജി തുടങ്ങി വച്ചിട്ടുള്ള വലിയൊരു ആശയമുണ്ട്. ആ ശ്യാം പ്രസാദ് മുഖർജി തുടങ്ങി വച്ചിട്ടുള്ള ആശയം ഒരു ധാർമ്മികമായ വിപ്ലവത്തിന്റെ ആശയമാണ്. അത് നമ്മൾ ലോകത്തിനു മുമ്പാകെ സംഭാവന ചെയ്യുന്നത് എല്ലാ അർത്ഥത്തിലും സാമ്പത്തികമായും സാമൂഹികമായും എല്ലാ ജനവിഭാഗത്തിന്റെയും ഉയർച്ചയാണ് നാം ലക്ഷ്യമെക്കുന്നത്. ശ്യാം പ്രസാദ് മുഖർജിയുടെ ആശയത്തെ ബലപ്പെടുത്തിക്കൊണ്ടാണ് പണ്ഡിറ്റ് ദീനദയാൽ ഉപാധ്യായ വരിയിൽ ഏറ്റവും പിന്നോക്കം നിൽക്കുന്ന ആൾ, ഏറ്റവും പാവപ്പെട്ടവനായ ആൾ അവരുടെ ഉന്നമനത്തിനു വേണ്ടിയാണ് പ്രവർത്തിക്കുന്നത്. ഗരീബി ഹടാവോ എന്നുള്ള മുദ്രാവാക്യം അതിൽ അധിഷ്ഠിതമാണ്. ഇന്ന് നമുക്കറിയാം, ഭാരതീയ ജനസംഘത്തിന്റെ കാലടിപ്പാതകളെ പിന്തുടരുകയും ശ്രീമാൻ ശ്യാം പ്രസാദ് മുഖർജി ഉയർത്തിക്കൊണ്ടുവന്ന ആശയം പ്രായോഗികമായി നടപ്പാക്കുന്ന ഒരു ഭരണകൂടമാണ് ശ്രീമാൻ നരേന്ദ്രമോദിയുടെ സർക്കാർ. മൂന്നാം ഘട്ടം പിന്നിടുമ്പോൾ നമുക്ക് അഭിമാന പുരസ്സരം പറയാൻ കഴിയും. നാം ഉയർത്തിപ്പിടിച്ച ഓരോ മുദ്രാവാക്യങ്ങളും നമ്മുടെ ആശയത്തെ ദൃഢീകരിക്കുന്ന തരത്തിലാണ് മുന്നോട്ട് പോയത്. ശ്യാം പ്രസാദ് മുഖർജി സ്വപ്നം കണ്ട എല്ലാവർക്കും വീടുള്ള ഭാരതം, എല്ലാവർക്കും കുടിവെള്ളമുള്ള ഭാരതം, എല്ലാവർക്കും ആരോഗ്യമുള്ള ഭാരതം, നല്ല വൃത്തിയും വിനയവുമുള്ള ഭാരതം, പ്രകൃതി രമണീയമായ ഭാരതം, ആ തരത്തിലുള്ള ഭാരതാംബയായിരുന്നു ശ്യാം പ്രസാദ് മുഖർജി സ്വപ്നം കണ്ടത്. നമുക്കറിയാം, ഈ 15 വർഷ കാലയളവിനുള്ളിൽ ദാരിദ്ര്യമില്ലാത്ത ഭാരതമാണ്. പട്ടിണി കിടക്കുന്ന ആരും രാജ്യത്തില്ല. ഏതാണ്ട് 80 കോടി ആളുകളെ സൗജന്യമായി റേഷൻ കൊടുക്കുന്ന ഒരു സർക്കാർ, ലോകത്തിന് മുമ്പാകെ ശിരസ്സ് എത്തിപ്പിടിച്ച് നിൽക്കുന്ന ഒരു സർക്കാർ. ഏത് തരത്തിലാണോ ശ്യാം പ്രസാദ് മുഖർജി രാജ്യത്തിന്റെ ഉയർച്ചയെ സ്വപ്നം കണ്ടത്, ആ അർത്ഥത്തിൽ ഭാരതത്തിന്റെ ആത്മീയതയും ഭാരതത്തിന്റെ അന്തസ്സത്തെയും ഇന്ന് ലോകം മുഴുവൻ പുകഴ്ത്തുകയാണ്. നാം ഉയർത്തിപ്പിടിച്ച യോഗ എന്ന മഹത്തായ ആശയത്തെ അധിഷ്ഠിതമായി ലോകത്തിലെ 120ഓളം രാജ്യങ്ങൾ ഇന്ന് ഔപചാരികമായി അത് അംഗീകരിച്ചിരിക്കുന്നു. ലോകരാജ്യങ്ങൾ മുഴുവൻ ഇന്ത്യയെ ഉറ്റുനോക്കുന്നു. ലോകത്തിന്റെ എല്ലാ പ്രദേശങ്ങളിലും ജാതിക്കും മതത്തിനും അതിർവരമ്പുകൾക്കും അപ്പുറത്ത് സ്വീകാര്യതയുടെ നിറമായി ഭാരതം മാറുകയാണ്. ശ്യാം പ്രസാദ് മുഖർജിയുടെ സ്വപ്നങ്ങൾ പൂവണിയുന്നത് ശ്രീമാൻ നരേന്ദ്രമോദിയിലൂടെയാണ്. അദ്ദേഹം ആഗ്രഹിച്ചിട്ടുള്ളത് എല്ലാവരുടെയും ഉന്നമനമാണ്, രാജ്യത്തിന്റെ ഐക്യമാണ്. രാജ്യത്തെ വിഘടിപ്പിക്കുന്ന ശക്തികളോട് സന്ധിയില്ലാത്ത നിലപാടുകൾ സ്വീകരിച്ചിട്ടുള്ള ശ്യാം പ്രസാദ് മുഖർജി, അതിന്റെ കരുത്താണ് ശ്രീമാൻ നരേന്ദ്രമോദിയുടെ കരുത്ത്. അയൽ രാജ്യങ്ങളോട് സ്നേഹപൂർവമായ നിലപാടുകളോടൊപ്പം തന്നെ ഭാരതത്തിന്റെ ഐക്യവും മതത്തെയും കാത്തു സൂക്ഷിക്കുന്ന കർക്കശമായ നിലപാടുകൾ, ലോകരാജ്യങ്ങളുടെ മുമ്പിൽ, വികസിത രാജ്യങ്ങളുടെ മുമ്പിൽ മുട്ടുമടക്കാതെ ഭാരതത്തിന്റെ സാമ്പത്തികമായ ഭദ്രത ഉറപ്പുവരുത്തുന്ന ശ്യാം പ്രസാദ് മുഖർജിയുടെ വിദേശ നയം വ്യവസായ നയം നാം തുടരുകയാണ്. നമുക്കറിയാം, ലോകത്തിന്റെ നാനാഭാഗങ്ങളിലുള്ള എല്ലാ പ്രദേശങ്ങളിലുമുള്ള വ്യവസായികളായ ആളുകൾ ഇന്ത്യയിലേക്ക് വരുന്നു. നാം എടുത്ത നിലപാടുകൾ അടിസ്ഥാനപ്പെടുത്തി, പ്രത്യേകിച്ച് കൊറോണ കാലയളവിന് ശേഷം ജപ്പാൻ ഉൾപ്പെടെയുള്ള രാജ്യങ്ങൾ, വ്യവസായ രാജ്യങ്ങൾ ചൈന വിട്ട് ഇന്ത്യയിലേക്ക് വരികയാണ്. ഇന്ത്യയുടെ കയറ്റുമതി വർദ്ധിക്കുന്നു. ഇന്ത്യയുടെ വ്യവസായ നയത്തിൽ തുടക്കം കുറിച്ചിട്ടുള്ള ശ്യാം പ്രസാദ് മുഖർജിയുടെ നിലപാടുകളിൽ അധിഷ്ഠിതമായി നമ്മുടെ വ്യവസായങ്ങൾ മുഴുവൻ പൂവണിഞ്ഞ് മുന്നോട്ട് പോകുകയാണ്. നാം ആഗ്രഹിച്ചിട്ടുള്ള പ്രകൃതി മനോഹരമായ രാജ്യം, പുഴകൾ സമ്പന്നമായ രാജ്യം, ഗംഗ ശുദ്ധീകരിക്കപ്പെടുന്നു, നർമ്മദ ഏകീകരിക്കപ്പെടുന്നു, രാജ്യത്തെമ്പാടുമുള്ള പ്രകൃതി അതിമനോഹരമായി മുന്നോട്ട് പോകുന്നു. ഇന്ന് ശ്രീമാൻ നരേന്ദ്രമോദി മുന്നോട്ട് വച്ചിട്ടുള്ള അമ്മയ്ക്കൊരു മരം എന്ന ആശയം, ആ പ്രകൃതി മനോഹരമായ ആശയം ഭാരതമായ സംസ്കൃതിയുടെ ആശയമാണ്. അത് ശ്യാം പ്രസാദ് മുഖർജിയും
പണ്ഡിറ്റ് ദീനദയാൽ ഉപാധ്യായ നമുക്ക് പകർന്നു തന്നിട്ടുള്ള ആശയമാണ്. മണ്ണിനെ സ്നേഹിക്കുന്ന, പ്രകൃതിയെ സ്നേഹിക്കുന്ന, ചുറ്റുപാടുകളെ സ്നേഹിക്കുന്ന, അയൽവാസികളെ സ്നേഹിക്കുന്ന, പാവപ്പെട്ടവനെ നെഞ്ചോട് ചേർത്ത് പിടിക്കുന്ന ഒരു സംസ്കൃതിയും സംസ്കാരവും ഒക്കെ നമുക്ക് സംഭാവന ചെയ്ത, എല്ലാവരുടെ മുമ്പിൽ ഉയർന്നു നിൽക്കുന്ന, ഏതാണ്ട് നെഹ്റുവിനോടൊപ്പം തോളൊപ്പം ഉയർന്നു നിന്നിട്ടുള്ള, 51-ാം വയസ്സിൽ നമ്മെ വിട്ടുപിരിയുന്ന പോലെ ഘനഗാംഭീര്യത്തോടുകൂടി ജനങ്ങളുടെ ആശയം ഉയർത്തിപ്പിടിച്ചുകൊണ്ട് ഈ ഭാരതാംബയുടെ മോചനത്തിനു വേണ്ടി അടരാടി പോരാടി സധൈര്യം മുന്നോട്ട് പോയി, നിർഭയം മുന്നോട്ട് പോയി ആ മരണം ഏറ്റുവാങ്ങിയിട്ടുള്ള നമ്മുടെ പ്രിയപ്പെട്ട നേതാവിന്റെ മുമ്പിൽ ആദരാഞ്ജലികൾ അർപ്പിച്ചുകൊണ്ട് ആ ഓർമ്മകൾ മുഴുവൻ നമുക്ക് ശക്തി പകരാൻ, ആ ഓർമ്മകൾ മുഴുവൻ ആശയത്തിന്റെ ദൃഢീകരണത്തിന് മുന്നോട്ട് പോകാൻ, ആ ഓർമ്മകൾ മുഴുവൻ ഭാരതത്തിന്റെ സംസ്കൃതിയുടെ ഭാഗമായി ഈ കൊച്ചു കേരളത്തെയും കെട്ടിപ്പടുക്കാൻ നമുക്ക് ആത്മവിശ്വാസവും പ്രചോദനവും ആശയവും